നമസ്കാരം. ഗിഫ്റ്റ് കൂപ്പൺ ഇതിനെങ്ങനെയാണ് GST ബാധകമാകുന്നത്? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ 1000 രൂപയ്ക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് കൂപ്പൺ തരികയാണ്. അപ്പോൾ ആ കൂപ്പൺ തരുമ്പോൾ അതിന് GST എപ്പോൾ എങ്ങനെ ബാധകമാകുന്നു? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് 3000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി കഴിയുമ്പോൾ 500 രൂപ വർത്ത് റുപ്പീസ് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാമെന്ന് പറഞ്ഞ് നമുക്കൊരു കൂപ്പൺ തരുവാണ് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ആ കൂപ്പൺ തരുന്ന സന്ദർഭത്തിൽ നമുക്ക് ടാക്സ് ഇല്ല, കൊടുക്കുന്ന ആൾക്കും ടാക്സ് ഇല്ല, ലയബിലിറ്റിയും ഇല്ല. പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ട് നമ്മൾ ആ കൂപ്പൺ ഉപയോഗിച്ച് പിന്നീട് അവർ പറയുന്ന കടകളിൽ ചെന്ന് പറയുന്ന സ്പെസിഫിക് ഐറ്റം ആണെങ്കിൽ ആ ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കൂപ്പൺ നമ്മൾ റിഡീം ചെയ്യുകയാണ്. റിഡംഷൻ ഓഫ് കൂപ്പൺ എന്ന് പറയും. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് പിന്നീട് നമ്മൾ 750 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നു. 500 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഈ കൂപ്പൺ ഉപയോഗിക്കുന്നു. പർച്ചേസ് ചെയ്യുന്ന ബയറെ സംബന്ധിച്ച് 250 രൂപ മാത്രം കയ്യിൽ നിന്നും ആ കടക്കാരന് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ 500 രൂപയുടെ കൂപ്പണും 250 രൂപയുടെ ക്യാഷും കൂടിയാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത്. എപ്പോഴാണോ ഈ കൂപ്പൺ ഞാൻ റിഡീം ചെയ്യുന്നത് ആ സമയത്താണ് GST ബാധകമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ കടക്കാരൻ നമുക്ക് 750 രൂപയുടെ ബില്ല് തരുമ്പോൾ ആ 750 രൂപയ്ക്കും GST ബാധകമാകുന്നു എന്ന് ചുരുക്കം. നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന തുക 250 ഉള്ളുവെങ്കിൽ കൂടി. GST നിയമത്തിലെ തുടക്കത്തിലും ഇപ്പോഴും പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഗിഫ്റ്റ് കൂപ്പൺ എങ്ങനെ എവിടെ വെച്ച് ടാക്സബിൾ ആകുമെന്നുള്ളത്. അതുകൊണ്ട് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്ന സമയത്ത് നമുക്ക് GST ഇല്ല, ഗിഫ്റ്റ് കൂപ്പൺ തരുന്ന കടക്കാരൻ ടാക്സ് ഇല്ല. എപ്പോഴാണോ നമ്മൾ റിഡീം ചെയ്യുക, അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ആ സമയത്ത് മാത്രമേ ടാക്സ് ലയബിലിറ്റി വരികയുള്ളൂ.